നോക്കട്ടെ ഗൈസ്, ഒരു സെക്കൻഡ്. ഇല്ല ഗൈസ്, ചില്ലാവ്. ഞാനൊന്നും പറയാൻ പോകില്ല. ഞാൻ ജസ്റ്റ് എന്താണെന്ന് ഞാൻ അറിയാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയതാ. ചില്ലാവ്. നോക്കട്ടെ. ജസ്റ്റ് മിസ് ഞാൻ കാര്യം പറയാം. ജസ്റ്റ് മിസ് MRC ആയിട്ട് വള്ളി എടുക്ക്. പിന്നെ ഇപ്പൊ കേറിയിട്ട് നേരെ MRC ആയിട്ട് വള്ളി എടുക്ക്. പിന്നെ ഇപ്പൊ കേറിയിട്ട് നേരെ പോയി അവർക്ക് ഗ്യാങ്സ് പോയി വെടിവെക്കാം. ഒന്നും കേറട്ടെ, ജസ്റ്റ് അതോടൊന്നും കേറിക്കോട്ടെ. ഇതൊക്കെ ശരിക്കും ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും MRC ഓഡിയൻസ് ആയിരിക്കും പറയാൻ. ഈ വന്ന് പറയണത് പോലും അവന്മാരായിരിക്കും. ഇവന്മാർക്ക് എങ്ങനെയും ഒന്ന് തമ്മിലടിച്ച് കാണണം, മനസ്സിലായ? ബ്രോ ദാറ്റ്സ് നോട്ട് എ ഗുഡ് വേ ടു ടോക്ക് ബ്രോ. അത് അങ്ങനെയാണ് ഞാൻ TV ഓഡിയൻസ് ആണ് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? TV ഓഡിയൻസ് ഒരു 5 കൊല്ലമായിട്ട് GTA ഉള്ളതാണല്ലോ. അവർ TV ഓഡിയൻസ് 5 കൊല്ലമായിട്ട് GTA ഉള്ളതുകൊണ്ടാണ് ഞാൻ തൊപ്പി അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ ഓഡിയൻസ് പുതുതായിട്ട് ന്യൂ ടു RP, അവർക്ക് RP റൂൾസ് റെഗുലേഷൻസ് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. തമ്മിലടിപ്പിക്കാൻ നോക്കുന്നത് ഞാൻ പറയുന്നില്ലല്ലോ. ഐ റെസ്പെക്ട് ദം. ഓക്കെ, ഐ റെസ്പെക്ട് യു ഈഗിൾ, ഐ റെസ്പെക്ട് യുവർ ഓഡിയൻസ്. ഓക്കെ, അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് ആരും ആവാം, മനസ്സിലാവും. അത് ആരും നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല, മനസ്സിലാവും. മിക്സ് ആയിരിക്കും ചിലപ്പോൾ 2 ഓഡിയൻസിലും മിക്സ് ഉള്ള വിഷങ്ങളായിരിക്കും. അത് പറയുന്നുണ്ടോ? വാട്ട് എവർ. അത്രയും ആൾക്കാർ വന്ന് പറയുന്നുണ്ടാവണം, അങ്ങനെ പ്രഷർ കൊടുക്കുന്നുണ്ടാവും. അവിടെ വെട്ടിക്കൊണ്ട് ഇടുന്നവനെയൊക്കെ നാല് ഇന്നസെന്റ് എപ്സ്റ്റീൻ. അത്രയും ആൾക്കാർ വന്ന് പറയുന്നുണ്ടാവണം, അങ്ങനെ പക്ഷെ ഇവരെല്ലാം കുറച്ച് ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കണല്ലോ. ഷമീറും ഇതൊക്കെ എക്സ്പീരിയൻസ് ഭയങ്കര കുറവല്ല. അല്ല റൂൾസ് അല്ല, അത് കാര്യമാണ്. റൂൾസ് പഠിക്കേണ്ടതാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ ഹീസ് ബിക്കമിങ് എ ഗുഡ് ലീഡർ. പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഷമീറിന്റെ മൈൻഡും ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും വെച്ച് നല്ല ടൈം എടുക്കും. പക്ഷെ സ്റ്റിൽ ഫസ്റ്റത്തെ ഒരു 3 ദിവസം വെച്ച് നോക്കുമ്പോൾ വെരി W. അത് ശരിയാവും. ഓക്കെ, നല്ല റൂൾസും എല്ലാം ഓക്കെ ആയിട്ട് കൂടെ വേണ്ട. ഇത് ഈ WL ഇടാൻ മാത്രം അറിയാവുന്ന ഒരു പയ്യന്മാരുണ്ടല്ലോ. വേറെ കീബോർഡിൽ അക്ഷരങ്ങളൊന്നും ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞൂടാ. എന്ത് പറഞ്ഞാലും ചിലപ്പോൾ L ഒന്നും W ഒന്നും മാത്രം ഇട്ട് അറിയാം. നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറയാതിരിക്കുന്നത് നല്ലത്. നീകളെന്ന് പറഞ്ഞാൽ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കാര്യം പറയുന്നത്, അത്രയും വർഷങ്ങളായിട്ട് പരിചയമുള്ള അതുകൊണ്ട് മാത്രം. വേറെ ആരെങ്കിലും ആണ് വന്നിട്ട് ഇത് പറഞ്ഞെങ്കിൽ താന്തൊക്കെ നള്ളക്ക് ഞാൻ വിളിക്കുമായിരുന്നു. ആയതുകൊണ്ട് മാത്രം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ, ഈ MRC എന്നുള്ളൊരു ഗ്യാങ് എനിക്ക് റിയൽ ലൈഫിൽ തുടങ്ങാൻ പോലും ഇൻസ്പിറേഷൻ ആയത് ഈഗിൾ TV തുടങ്ങി കണ്ടിട്ട് 5 കൊല്ലമായിട്ട് അവർ ആ ഗെയിമിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം സംഭവം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് റിയൽ ലൈഫിൽ ചെയ്തുകൂടാന്ന്. ഈ സീനിൽ തൊപ്പിയില്ല ഗൈസ്, സത്യം പറഞ്ഞ ഈ സീനിൽ തൊപ്പിയില്ല, മനസ്സിലായോ? ഞാൻ പറയണ എന്താന്ന് പറഞ്ഞുതരാം ഗൈസ്. നമ്മളായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഷമീർ, റാംബോ, ഷെയ്ക്ക്, ഇങ്ങനെ കുറെ പേര് അല്ലല്ല ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇഷ്യൂ ആവും കേസ്. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ വിട്, ചില്ലാവും. ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ വഴക്കുണ്ടാക്കാനും അടി ഉണ്ടാക്കാനും അല്ല, ഇഗ്നോർ ആക്കാനും അല്ല. അതുകൊണ്ടല്ല, ഇത് കാര്യം എന്തോന്ന് കേൾക്ക് നിങ്ങൾ. ഇത് പറയാനുള്ളൊരു റീസൺ ഉണ്ട്, മനസ്സിലായി? ഇത് പറയാനുള്ള റീസൺ അതായത് നമ്മൾ കുറേ ദിവസമായിട്ട് ഷമീറിനോടും റാംബോയോടും ഇവരുടെ അടുത്തെല്ലാം RP ചെയ്യുന്നുണ്ട്. അപ്പോൾ RP ചെയ്യുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ ഓപ്പോസിറ്റ്, ഞാൻ ഓഫ്ലൈനിലും പല വട്ടവും ഇവരുടെ കൂടെ RP ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ RP ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ഷമീർ അല്ലെങ്കിൽ റാംബോ അല്ലെങ്കിൽ അവരൊക്കെ ഓരോ അഭിപ്രായം ചോദിക്കും. നമ്മൾ എന്ത് റിപ്ലൈ കൊടുത്താലും ഈ ചാറ്റിൽ ഇങ്ങനെ കുറേ ആൾക്കാർ LW ഇങ്ങനെ LW ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിലായോ? ഞാൻ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ഇത് തൊപ്പിയായിട്ട് റിലേറ്റഡ് ആയിട്ട് യാതൊരു കാര്യവും അല്ല. ഞാൻ അവനെ വിളിക്കാം, ലൈവ് തന്നെ വിളിക്കാം. ഇതൊക്കെ കറക്റ്റ് കട്ട് ചെയ്തുകൊണ്ട് ഇടുന്നതേ തൊപ്പി. സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ നോട്ട് റീച്ചബിൾ എന്നാണ് പറയണത്, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. ഞാൻ വെറുതെ ഇതൊന്നും ഇഷ്യൂ ആക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല ഗൈസ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം, മനസ്സിലായോ? അതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അത് ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. ഷമീർ നമ്മളോട് RP ചെയ്യാൻ വരുന്ന സമയത്ത് അവൻ്റെ ചാറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഞാനിതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഫുൾ LW എന്നുള്ളൊരു LW എന്നുള്ളൊരു സംഭവം മാത്രമായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവന് റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കണം.
അവൻ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായി വരണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ ഇതിനകത്തൊന്നും ഇല്ല. തൊപ്പി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങളിലൊന്നും കയറി ആദ്യമേ സ്പോയിലപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ടി വിയിലെ പിള്ളേരോട് പോലും പറഞ്ഞേക്കുന്ന ഒറ്റ കാര്യം ഇതാണ്: MRC ഇങ്ങോട്ട് വന്ന് സിറ്റുവേഷൻ ട്രിഗർ ചെയ്താലും ഞാൻ പറയാതെ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് വന്ന് ഇൻ്റർഫിയർ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം നമ്മൾ അതിനകത്ത് സിറ്റുവേഷൻസ് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്കങ്ങനെ നിങ്ങൾ വരുന്നപ്പോഴേ നിങ്ങളെ വന്ന് തല്ലണമെന്നും ഒന്നുമില്ല. ഓൾറെഡി ടി വിക്ക് ഒന്നും പ്രൂവ് ചെയ്യാനില്ല. ഞാൻ ഇപ്പോഴും പറയും, നമ്പർ 1 ഗ്യാങ് ഇൻ RP കമ്മ്യൂണിറ്റി, ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് അത് ഓൾറെഡി ഞങ്ങളവിടെ എത്തിയിരിക്കുക. നിങ്ങൾ ഇനി അവിടോട്ടൊക്കെ വരണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ എനിക്ക് നിങ്ങൾ ഇന്നലെ വന്നൊരു ഗ്യാങ്ങിനെ പിടിച്ച് തല്ലിയിട്ട് എന്നും പ്രൂവ് ചെയ്യാൻ എനിക്കില്ല. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങൾ ഇന്നലെ ഫോം ചെയ്ത MRC എന്ന് പറയുന്ന ഗ്യാങ്ങിനെ പിടിച്ച് തല്ലിയിട്ട് ഒരു എക്സ്പോഷറും കിട്ടാനില്ല. എൻ്റെ RP ഇവിടെ ഇപ്പോൾ 15,000-2000 പേര് കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കിതിന് കൂടുതൽ അപ്പുറത്തോട്ടൊന്നും പ്രൂവ് ചെയ്യാനില്ല. എനിക്ക് ആരെയും മനസ്സിലായ. അപ്പോൾ എനിക്ക് വേറെ RPയുടെ കാര്യത്തിൽ നിങ്ങളെ മറ്റേ ഇതാക്കണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ ഓഡിയൻസിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് സിറ്റുവേഷൻ എടുക്കാനും തല്ലേണ്ട ആവശ്യമൊന്നും ഇല്ല. മനസ്സിലായി? അത്രയൊന്നും ജസ്റ്റ് വിചാരിച്ചിരുന്നാൽ മതി. ഇത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷമീറിനും അവർക്കൊക്കെ നല്ല കുറച്ച് ടിപ്സ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വേണേ എങ്ങനെ വേണേ ഇത് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഇതിനൊന്നും റെസ്പോണ്ട്